കുട്ടികളെ, 6ാമത്തെ അധ്യായത്തിൽ തന്നെ നിൽക്കുകയാണ് നമ്മൾ ഇപ്പോഴും അല്ലേ. ചെറിയൊരു മൂക്കടപ്പിൻ്റെ ആരംഭം കാരണം എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ സാധിച്ചില്ല. പക്ഷേ എന്തും വരട്ടെ എന്ന് കരുതി ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ ആരംഭിച്ചു. അപ്പോൾ നമ്മൾ 7ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. എനിക്കറിയാം നിങ്ങളൊക്കെ ആകാംക്ഷാഭരിതരായി അടുത്ത അധ്യായത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, അധ്യായത്തിലേക്ക്. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. അപരിചിതയായ ഒരു യുവതിയുടെ ശബ്ദം കേട്ട് നാദീൻ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. ഓ, അതിനെന്താ? ഇങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ കണ്ണുകൾ ഭയത്തോടെ ചുറ്റുമൊന്ന് പരതി നോക്കി. എൻ്റെ പേര് സാറ കിങ് എന്നാണ്. എന്താ കാര്യം? നാദീൻ, ഒരു വിശേഷം അറിയിക്കാനുണ്ട്. ഇന്നലെ രാത്രി നിങ്ങളുടെ നാത്തൂനോട് ഞാൻ ഏറെ നേരം സംസാരിച്ചു. പെട്ടെന്ന് നാദീൻ്റെ മുഖത്തൊരു സംശയം വന്നു. ജിനേറയോട് സംസാരിച്ചെന്നോ? പെട്ടെന്ന് സംശയം നീങ്ങി. ഓ, അത് ശരി, കരോളിനോടാണ്. നാദീന് വളരെ സന്തോഷമായതുപോലെ തോന്നി, ഒപ്പം ഭയങ്കരമായ അത്ഭുതവും. എങ്ങനെയാണത് സാധിച്ചത്? രാത്രി വളരെ വൈകി അവൾ എൻ്റെ മുറിയിൽ വന്നിരുന്നു, സാറ പറഞ്ഞു. അത് വളരെ വിചിത്രമായി തോന്നുന്നു അല്ലേ? ഇല്ല, എനിക്ക് സന്തോഷമുണ്ട്. വാസ്തവത്തിൽ വളരെ സന്തോഷമുണ്ട്. കരോളിന് സംസാരിക്കാൻ ഒരു സ്നേഹിതയെ കിട്ടിയത് വളരെ നല്ല കാര്യമാണ്. ഞങ്ങൾ ചെങ്ങാതികളായി. സാറ ഓരോ വാക്കും വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അടുത്ത രാത്രിയും തമ്മിൽ കാണാമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അവൾ വന്നില്ലേ? ഇല്ല, സാറ തുടർന്നു. ഇന്നലെ ഹാളിൽ വെച്ച് ഞാൻ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. അവൾ മിണ്ടിയില്ല. ഒരു പ്രാവശ്യം എന്നെ നോക്കിയിട്ട് മുഖം തിരിച്ചു, എന്നിട്ട് പെട്ടെന്ന് നടന്നുപോയി. ഓഹോ, അത് ശരി. അല്പനേരം ആരും ഒന്നും മിണ്ടിയില്ല. എങ്ങനെ തുടങ്ങണം എന്നറിയാതെ സാറ നിന്നു. എനിക്ക് വിഷമമുണ്ട്, നാദിൻ പറഞ്ഞു. കരോളിൻ്റെ മനസ്സ് വളരെ ദുർബലമാണ്. സാറ പെട്ടെന്ന് ധൈര്യത്തോടെ പറഞ്ഞു. നാദീൻ, ഞാനൊരു ഡോക്ടറാണ്. നിങ്ങളുടെ ഭർതൃ സഹോദരി മറ്റുള്ളവരോട് ഇടപഴകാതെ അടച്ചിരിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നാദീൻ പെട്ടെന്ന് സാറയുടെ മുഖത്ത് നോക്കി. അത് ശരി, നിങ്ങളൊരു ഡോക്ടറാണ്, അതാണ് കാര്യം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സാറ ചോദിച്ചു. നാദീൻ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് തികച്ചും ശരി തന്നെ. പക്ഷേ പ്രായോഗിക വിഷമതകളുണ്ട്. അമ്മായിയമ്മയ്ക്ക് സുഖമില്ല. അവരുടെ കുടുംബകാര്യങ്ങളിൽ മറ്റുള്ളവർ തലയിടുന്നതിനെ അവർ അങ്ങേയറ്റം വെറുക്കുന്നു. പക്ഷേ കരോൾ മുതിർന്നവളാണ്. സാറയ്ക്ക് ദേഷ്യം വന്നു. നാദീൻ മെല്ലെ തലയാട്ടി. ഇല്ല, ശാരീരികമായി മുതിർന്നിട്ടുണ്ട്, മാനസികമായി ഇല്ല. അവളോട് സംസാരിച്ചെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കും. ഒരടിയന്തര ഘട്ടം വരുമ്പോൾ ഭീരുവായ കൊച്ചു കുട്ടിയെ പോലെയാണ് അവളുടെ പെരുമാറ്റം. ഭയം കൊണ്ടാണ് അവൾ അങ്ങനെ പെരുമാറുന്നതെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളോട് സംസാരിക്കരുതെന്ന് എൻ്റെ അമ്മായിയമ്മ വിലക്കിയിരിക്കുമെന്നാണ് എൻ്റെ ഊഹം. കരോൾ അവരുടെ ആജ്ഞ അനുസരിച്ചു. അവൾ മറ്റെന്തെങ്കിലും ചെയ്യുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നാദീൻ എല്ലാം അറിയാം, പക്ഷേ ഒരു ചർച്ചയ്ക്ക് അവൾ തയ്യാറല്ല എന്ന് സാറയ്ക്ക് മനസ്സിലായി. സാറയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി. കഴിഞ്ഞ രാത്രിയിലെ സന്ദർശനത്തിന് ശേഷം വീണ്ടുമുള്ള രഹസ്യ സന്ദർശനത്തിലൂടെ കരോളിൻ്റെയും റെയ്മണ്ടിൻ്റെയും മനസ്സുകളിലെ ഭയം നീക്കാം എന്നവൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ ആദ്യത്തെ അവസരത്തിൽ തന്നെ തോറ്റു പിന്മാറേണ്ടി വന്നതിൽ അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി. ഇത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്, സാറ ഉറക്കെ പറഞ്ഞു. എന്നാൽ നാദീൻ മറുപടി പറഞ്ഞില്ല. സാറയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവൾ മനസ്സിലാലോചിച്ചു. കാര്യങ്ങളുടെ കിടപ്പ് എന്നേക്കാൾ നന്നായി ഈ സ്ത്രീക്കറിയാം. അത് എത്രത്തോളം ആശങ്കാകുലമാണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നും നേരിട്ട് കാണുന്നതാണല്ലോ. പെട്ടെന്ന് ലിഫ്റ്റിന്റെ വാതിൽ തുറന്നു. മിസസ് ബോയിൻഡൻ പ്രത്യക്ഷപ്പെട്ടു. ഊന്നുവടിയിൽ ചാരി നിന്ന് അവരെ കണ്ട് സാറ ചെറുതായൊന്ന് ഞെട്ടി. വൃദ്ധയുടെ നോട്ടം തൻ്റെയും നാദീൻ്റെയും മേൽ പതിക്കുന്നത് അവൾ കണ്ടു. എന്നാൽ ഇപ്പോഴാ നോട്ടത്തിൽ വിരോധമോ വെറുപ്പോ അല്ല, ഒരു വിജയിയുടെ ഭാവം, ക്രൂരമായൊരു സംതൃപ്തി. സാറ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. നാദീൻ വൃദ്ധയുടെ സമീപത്തേക്ക് ചെന്നു. നാദീൻ ഇവിടെയായിരുന്നോ? പുറത്തു പോകുന്നതിന് മുമ്പ് അല്പനേരം ഞാൻ ഇവിടെ ഇരുന്ന് വിശ്രമിക്കട്ടെ. വൃദ്ധയെ കസേരയിൽ ഇരുത്തിയിട്ട് നാദീൻ അവരുടെ അടുത്തിരുന്നു. നീ ആരോടാണ് സംസാരിച്ചുകൊണ്ട് നിന്നത് നാദീൻ? ഒരു മിസ് കിങ്. ഓ, അന്ന് റെയ്മണ്ടിനോട് സംസാരിച്ചവൾ. ആ, റേ, നിനക്ക് അവളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴാകാമല്ലോ. അവൾ അതാ മേശയ്ക്കരികിലുണ്ട്. ക്രൂരമായ ഒരു ചിരിയോടെ അവർ റെയ്മണ്ടിനെ നോക്കി. അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. നീ എന്തു പറയുന്നു മോനെ? അവളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ലെന്ന് എനിക്ക് തോന്നി. അവളോട് നീ സംസാരിക്കരുത്. നീ വിചാരിച്ചാലും നിനക്കതിന് കഴിയുകയില്ല. ഈ യാത്ര എനിക്കിഷ്ടപ്പെട്ടു. നാദീൻ വരാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ. വികാരശൂന്യമായ ശബ്ദത്തിൽ നാദീൻ പറഞ്ഞു. ഓഹോ, റേ. എന്താ അമ്മേ? ഒരു കഷ്ണം കടലാസ് തരൂ, ആ മൂലയിലെ മേശപ്പുറത്തുണ്ട്. റെയ്മണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. നാദീൻ പെട്ടെന്ന് തല ഉയർത്തി വൃദ്ധയെ നോക്കി. ഒരു ക്രൂരമായ വിജയച്ചിരി ആ സ്ത്രീയുടെ മുഖത്തുണ്ടായിരുന്നു. റെയ്മണ്ട് സാറയുടെ അടുത്തെത്തി.
അവൾ വളരെ പ്രത്യാശയോടെ അവനെ നോക്കി. എന്നാൽ അവൻ അവളെ ശ്രദ്ധിക്കുക കൂടി ചെയ്യാതെ കടലാസ് എടുത്ത് പെട്ടെന്ന് തിരികെ നടന്നു. അമ്മയുടെ അടുത്തെത്തിയപ്പോൾ അവന്റെ മുഖം വിളറിയിരുന്നു. ശരി, മിസ്സസ് ബോയിന്റൺ പറഞ്ഞു. പെട്ടെന്ന് നാദീൻ തന്നെ രൂക്ഷമായി നോക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ബോയിന്റൺ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു, മിസ്റ്റർ ജെഫേഴ്സൺ രാവിലെ എങ്ങോട്ടാണ് പോയത്? മൃദുവായി നാദീൻ പറഞ്ഞു. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കണ്ടില്ല. എനിക്കയാളെ ഇഷ്ടമാണ്. നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ കൊള്ളാം. നിനക്കും അത് ഇഷ്ടമാകും അല്ലേ? ഉവ്, ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു, നാദീൻ പറഞ്ഞു. ലെന്നോക്സിന് ഈയിടെയായി എന്തു പറ്റി? ഒട്ടും ഉത്സാഹമില്ലാത്തതുപോലെ മൂകനായി കാണുന്നല്ലോ. നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടിയോ? ഇല്ല. വഴക്ക് കൂടുന്നത് എന്തിന്? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും ഒത്തുപോകണമെന്നില്ല. ഒരുപക്ഷെ നിനക്ക് നിന്റെ വീട്ടിൽ താമസിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. നാദീനൊന്നും മിണ്ടിയില്ല. നീ എന്തു പറയുന്നു? അതാണ് നല്ലതെന്ന് തോന്നുന്നോ? നാദീൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അമ്മ അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മിസ്സസ് ബോയിന്റൺ പെട്ടെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. നാദീൻ, നീ എപ്പോഴും എനിക്കെതിരാണ്. അമ്മ അങ്ങനെ കരുതുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, അവൾ ശാന്തമായി തന്നെ പറഞ്ഞു. എന്നാൽ അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഞാൻ മരുന്നെടുക്കാൻ മറന്നു. നാദീൻ പോയി എടുത്തുകൊണ്ട് വരൂ. ഉടനെ കൊണ്ടുവരാം. നാദീൻ മുകളിലെത്തി അവളുടെ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ലെന്നോക്സ് അവിടെ ഒരു ജനാലയ്ക്കടുത്തിരിക്കുകയായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു തുറന്നു പിടിച്ച പുസ്തകമുണ്ടായിരുന്നു. എന്താ നാദീൻ? അമ്മയുടെ മരുന്നെടുക്കാൻ വന്നതാണ്. അവരത് മറന്നുപോയി. വൃദ്ധയുടെ മുറിയിൽ ചെന്ന് മരുന്നെടുത്ത് തിരിച്ചു വന്നതിന് ശേഷം അവൾ വിളിച്ചു, ലെന്നോക്സ്. അയാളുടെ കാതിൽ ആ വിളി സാവധാനത്തിലാണ് ചെന്നെത്തിയത്. അയാൾ അവളോട് ചോദിച്ചു, എന്താണ്? നാദീൻ ശ്രദ്ധാപൂർവം മരുന്ന് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് അയാളെ സമീപിച്ചു. ലെന്നോക്സ്, ജനലിലൂടെ അങ്ങോട്ട് നോക്കൂ. നല്ല സൂര്യപ്രകാശം. പുറത്തെ ജീവിതം എത്ര മനോഹരമാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. മുറിക്കകത്തിരുന്ന് കിളിവാതിലിലൂടെ നോക്കുന്നതിനേക്കാൾ പുറത്തേക്കിറങ്ങി ചെല്ലാം. അയാളുടെ മറുപടി സാവധാനത്തിൽ വളരെ താമസിച്ചാണ് വന്നത്. നിനക്ക് പുറത്തു പോകണോ? വേണം, എനിക്ക് പുറത്തു പോകണം. അങ്ങയോടൊന്നിച്ച് വെളിച്ചത്തിലേക്ക്, ജീവിതത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു പോകണം. നമുക്ക് ജീവിതം ആസ്വദിക്കാം. എൻ്റെ പ്രിയപ്പെട്ട നാദീൻ, ഇതെല്ലാം വീണ്ടും നാം ചർച്ച ചെയ്യണോ? വേണം, വരൂ, നമുക്ക് പോകാം. എവിടെയെങ്കിലും പോയി സ്വതന്ത്രരായി ജീവിക്കാം. എങ്ങനെ? നമ്മുടെ കൈ പണമില്ലല്ലോ. പണം നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കും? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് പഠിപ്പില്ല, യോഗ്യതയുള്ള, പരിശീലനം സിദ്ധിച്ച ആയിരക്കണക്കിന് ആളുകൾ തൊഴിലില്ലാതെ നടക്കുന്നു. പിന്നെയാണോ നമ്മൾ? ഞാൻ ജോലി ചെയ്ത് കിട്ടുന്നത് നമുക്ക് രണ്ടുപേർക്കും മതിയാകും. എൻ്റെ കുട്ടി, നിന്റെ ട്രെയിനിങ് പോലും തീർന്നില്ലല്ലോ. ഇല്ല, ഒരു മാർഗവുമില്ല. ആശയ്ക്ക് ഒരു വകയുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതമാണ് ആശയ്ക്ക് വകയില്ലാത്തത്. നീ ഒന്നും മനസ്സിലാക്കാത്തതുപോലെ സംസാരിക്കുന്നു. അമ്മ നമുക്കെല്ലാം തരുന്നില്ലേ? ആവശ്യമുള്ളതെല്ലാം, സ്വാതന്ത്ര്യം ഒഴിച്ചെല്ലാം. ലെന്നോക്സ്, ഒന്ന് ശ്രമിച്ചു നോക്കാം. എൻ്റെ കൂടെ വരൂ, ഇന്ന് തന്നെ. നാദീൻ, നിനക്ക് ഭ്രാന്താണോ? അല്ല, നല്ല ബോധത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് സ്വന്തമായൊരു ജീവിതം വേണം. അങ്ങയോടൊപ്പം പ്രകാശപൂർണമായൊരു ജീവിതം. സ്വേച്ഛാധിപതിയായ ഒരു വൃദ്ധയുടെ നിഴലിൽ വളർച്ച മുട്ടിക്കഴിഞ്ഞത് മതി. നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നതാണ് അവർക്കിഷ്ടം. അമ്മ സ്വേച്ഛാധികാരി തന്നെ, എങ്കിലും അവർക്ക് ഭ്രാന്താണ്, മുഴുത്ത ഭ്രാന്ത്. അത് ശരിയല്ല, അയാൾ പറഞ്ഞു. കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ അവർക്കറിയാം. അറിയാമായിരിക്കും. അവർ എക്കാലവും ജീവിച്ചിരിക്കില്ല നാദീൻ. 60 കഴിഞ്ഞു, രോഗിണിയുമാണ്. അവർ മരിച്ചാൽ അച്ഛൻ്റെ സ്വത്ത് എല്ലാവർക്കും സമമായി വീതിക്കാം. മരണപത്രം വായിച്ചത് നീയും കേട്ടതല്ലേ? അതവർ മരിക്കുമ്പോഴല്ലേ? അപ്പോഴേക്കും വളരെ വൈകിപ്പോകും. എന്തിനു വൈകിപ്പോകുമെന്ന്? സന്തോഷകരമായൊരു ജീവിതത്തിന് വൈകിപ്പോകും. ലെന്നോക്സ് പിറുപിറുത്തു. പെട്ടെന്ന് അയാൾ നടുങ്ങിപ്പോയി. നാദീൻ അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ലെന്നോക്സ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാനും നിങ്ങളുടെ അമ്മയും തമ്മിലുള്ളൊരു സമരമാണിത്. നിങ്ങൾ എൻ്റെ പക്ഷത്ത് നിൽക്കുമോ അതോ അമ്മയുടെ പക്ഷത്ത് നിൽക്കുമോ? നിന്റെ പക്ഷത്ത് തന്നെ. നിന്റെ പക്ഷത്ത്. എങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. അത് സാധ്യമല്ല. സാധ്യമാണ്. ചിന്തിച്ചു നോക്കൂ ലെന്നോക്സ്. നമുക്ക് കുട്ടികൾ ഉണ്ടാകണമെന്ന് അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. അവരത് പറഞ്ഞല്ലോ. ഉവ്വ്. പക്ഷെ നിങ്ങൾ വളർന്നതുപോലെ ആ സ്ത്രീയുടെ തണലിൽ വളരാനാണെങ്കിൽ എനിക്ക് കുട്ടികൾ വേണ്ട. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. എൻ്റെ മേൽ അവർക്കൊരധികാരവുമില്ല. നീ ചിലപ്പോഴെല്ലാം അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്നു. അത് ബുദ്ധിപൂർവമല്ല. എന്റെ ചിന്തയെയും ബുദ്ധിയെയും സ്വാധീനിക്കാൻ കഴിയാത്തതിലാണ് അവർക്ക് ദേഷ്യം. നീ വളരെ മര്യാദയോടും വിനയത്തോടും കൂടിയാണ് പെരുമാറുന്നതെന്ന് എനിക്കറിയാം. നീ ഒരു അത്ഭുതമാണ്. നിനക്കെന്നോട് സ്നേഹമുണ്ട്, എപ്പോഴും ഉണ്ട്. നീ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതം മൂളിയപ്പോൾ അവിശ്വസനീയമായൊരു സ്വപ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തത് തെറ്റായിപ്പോയി. നാദീൻ സാവധാനം പറഞ്ഞു. അതെ, തെറ്റായിപ്പോയി. നിരാശ കലർന്ന സ്വരത്തിൽ ലെന്നോക്സും അതിനോട് യോജിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവില്ല. അന്ന് ഞാൻ അകന്നു മാറിയിരുന്നെങ്കിൽ, എന്നോടൊപ്പം വരാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ അനുസരിക്കുമായിരുന്നു. അതെ,
തീർച്ചയായും അനുസരിക്കുമായിരുന്നു. നിങ്ങളുടെ അമ്മയെ മനസ്സിലാക്കാൻ, അവരുടെ ഉദ്ദേശം എന്തെന്നറിയാൻ അന്ന് എനിക്ക് കഴിഞ്ഞില്ല. ഒന്ന് നിർത്തിയിട്ട് അവൾ പറഞ്ഞു, നിങ്ങൾക്ക് വരാൻ ഇഷ്ടമില്ലേ? ശരി, ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എങ്കിൽ ഞാൻ പോകും. എനിക്ക് പോകണം. വിശ്വാസം വരാത്ത മട്ടിൽ അയാൾ ഭാര്യയെ തുറച്ചു നോക്കി. പക്ഷേ നിനക്കത് സാധ്യമല്ല. അമ്മ അനുവദിക്കുകയില്ല. അവർക്ക് എന്നെ തടഞ്ഞു വെക്കാൻ കഴിയില്ല. നിന്റെ കയ്യിൽ പണമില്ല. ഞാൻ ഉണ്ടാക്കും, കടം വാങ്ങും, യാചിക്കും, അല്ലെങ്കിൽ മോഷ്ടിക്കും. ലെനോക്സ്, നിങ്ങളുടെ അമ്മയ്ക്ക് എൻ്റെ മേൽ അധികാരമൊന്നുമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ താമസിക്കുകയോ ഇവിടെ നിന്ന് പോവുകയോ ചെയ്യാം. ഈ ജീവിതം എനിക്ക് മതിയായി. എന്നെ വിട്ടു പോവല്ലേ നാദീൻ, എന്നെ വിട്ടു പോവല്ലേ. ഒരു ശിശുവിനെ പോലെ അയാൾ അപേക്ഷിച്ചു. തന്റെ കണ്ണുകളിലെ വേദന അയാൾ കാണാതിരിക്കാനായി അവൾ മുഖം തിരിച്ചു. ശേഷം അയാളുടെ അടുത്ത് മുട്ടുകുത്തി നിന്ന് നാദീൻ പറഞ്ഞു, എങ്കിൽ എന്റെ കൂടെ പോരൂ, എന്റെ കൂടെ പോരൂ. നിങ്ങൾക്കതിന് കഴിയും. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അതിന് കഴിയും. പെട്ടെന്ന് അയാൾ അവളിൽ നിന്ന് അകന്നു മാറി. എനിക്ക് കഴിയില്ല, ഞാൻ പറയുന്നു. ദൈവമേ, എനിക്കതിനുള്ള ധൈര്യമില്ല. ഇങ്ങനെയൊക്കെ അടിമകളായി പോകുവാൻ വേണ്ടി മിസ്സസ് ബോയിന്റൺ ഇവരുടെ മനസ്സുകളിൽ എന്ത് തരം വിഷമാണ് കുത്തിവെച്ചത്? ഈ കഥ മുന്നോട്ട് പോകുന്തോറും കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളെ, ഈ അധ്യായത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി എഴുതണേ. അപ്പോൾ അടുത്ത അധ്യായവുമായി കാണുന്നത് വരേക്കും ടാറ്റ.